സിംഹത്തിനൊപ്പം അഭിനയിച്ചപ്പോ പേടി തോന്നിയോ? ഇത് ഇതിന്റെ ബാറ്ററിയിലെ സിംഹം എന്ന് വിചാരിച്ച. അല്ല, അപ്പൊ നിങ്ങൾ ഇതിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഗൂഗിൾ എന്തെങ്കിലും ചോദിക്കാം, ഹൗ ടു ആക്ട് വിത്ത് എലയണോ അങ്ങനെ എന്തെങ്കിലും? ഈ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്തോ, ഹൗ ടു ഇന്റർവ്യൂ സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ. ഇതിപ്പോ ഉമ്മ പറഞ്ഞ തന്നെ കറക്റ്റ്. നീ ഇത് വേണ്ട, ഈ പണിക്കൊന്നും പോകാറില്ല, നീ മിണ്ടാന്നില്ല, നീ വീട്ടിൽ ഉമ്മ തന്നെ പറയും ഇനി മക്കള് മതിയാക്കിക്കോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ ഗിർ മൂവിയുടെ വിശേഷങ്ങളാണ് നമുക്ക് കേട്ട്. അപ്പൊ ഇത്ര നേരം നമ്മളൊപ്പം ഇരുന്ന സുരാജേട്ടനും അനഘയ്ക്കും സുരാജേട്ടനും ശരിക്കും പറ, ചാക്കോച്ചനും ഇത് എവിടുന്ന എടുത്തത്? അപ്പൊ ഗിർ ഒരു മിനിറ്റ്, നിങ്ങൾ അപ്പൊ തിയേറ്ററിൽ ഈ സിനിമയിലെ അപ്പുറം നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? എന്താ ഒരു വൈബാണ്? നീ ഇനി സംസാരിച്ചത് ഈ ഫ്രണ്ട്ഷിപ്പ് കളയരുത്. അനഘ ചേച്ചിക്കും കുഞ്ചാക്കോ ചേട്ടനും സുരാജേട്ടനും ചാക്കോച്ചെന്ന് ഞാൻ വിളിച്ചതിനെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി എന്താ വിളിക്കേണ്ടത്. അപ്പൊ ശരിക്കും എന്താ ഹലോ ഗൈസ്, വെറൈറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഒപ്പം ഗിർ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ ആൻഡ് അനഘ. വെൽക്കം. അനഘയുടെ ഫുൾ നെയിം ഉണ്ട്? അനഘ മരത്തോറ. അനഘ മരത്തോറ. മാർത്തോമ. അനഘ മാർത്തോമ. അനഘ മാർത്തോമ. അതെന്താ അങ്ങനെ ഒരു പേര്? അതെന്റെ വീട്ടുപേരാണ്. വീട്ടിൽ ഇങ്ങനെ പേരിടാവൊന്നുമല്ല. അല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല അല്ലേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല പേരാ. വെറൈറ്റി മീഡിയല്ലേ? വെറൈറ്റി മീഡിയയിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പേരുള്ള ആൾക്കാർ വരുമ്പോഴാണ് സന്തോഷം. എന്താ ഗിർ എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ എന്താ? നല്ല തന്നെ ഒരു ഫൺ റൈഡ് മൂവി എന്നുള്ള രീതിയിലാണ് ഗിർ ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പേരിന്റെ ഉത്ഭവം നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ഇങ്ങനെ ഇൻട്രോയൊക്കെ എടുക്കാൻ നേരത്ത് ഗിർ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിരി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, അത് തന്നെയാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആൾക്കാരെ നമ്മൾ പ്രചോദിപ്പിക്കുന്ന ഒരു പേരെന്നുള്ള രീതിയിൽ ഈ ടൈറ്റിൽ ഇട്ടത്. ഇതിന്റെ ഒരു ജോണറെ സത്യം പറഞ്ഞാൽ എന്താ, ലൈക്ക് ഒരു കോമഡി ആണോ അല്ലെങ്കിൽ നമ്മൾ അതിന് പേരിട്ടാണല്ലോ ഏത് ജോണറിലാണെന്നുള്ളത്? എന്തായിരുന്നു? സർവൈവൽ കോമഡി ത്രില്ലർ. സർവൈവൽ. അതായത് ഇത് ആദ്യം ഈ ട്രെയിലർ കണ്ടപ്പോൾ കോമഡിയാന്ന് തോന്നി, പിന്നെ ആരൊക്കെ കമന്റ് ഇട്ടു ഇത് സർവൈവൽ ത്രില്ലറാന്ന് കിട്ടും. അപ്പൊ ഞാനും കൺഫ്യൂസ്ഡ് ആയി. ഇത് ശരിക്കും ഒരു ഗ്ലോബൽ സബ്ജക്റ്റാണ്. അതെ, കാരണം ഇത് ലോകത്ത് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ പല സ്ഥലങ്ങളുണ്ട്, ഇന്ത്യയിൽ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഗ്ലോബൽ സബ്ജക്റ്റ് നമ്മൾ വളരെ നമ്മുടെ മലയാള തനിമയോടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇൻസിഡന്റ് തന്നെ ട്രിവാൻഡ്രം സൂയിൽ നടന്നിട്ടുണ്ട്. ഒരു 6 കൊല്ലം മുമ്പ് സിംഹത്തിന്റെ എൻക്ലോഷറിലേക്ക്, ഓപ്പൺ എൻക്ലോഷറിലേക്ക് ഒരാൾ എടുത്ത് ചാടുകയും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളും. പക്ഷെ ഇതിൽ നമ്മൾ ആ ഫണ്ടിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങളോടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് സിനിമ ആണെന്ന് നോക്കാം. ഇത് ചാടുന്ന ഫണ്ട് മാത്രമല്ല, അതായത് ഒരാൾ അതിൽ പെട്ടുപോകുന്ന ഫണ്ട് മാത്രമല്ല, ഈ 2 വ്യക്തികളുടെയും 2 കുടുംബങ്ങളുണ്ട്, അവരനുഭവിക്കുന്ന, അവര് തമ്മിൽ ഉള്ള ഒരു സംഭവം. ഇതിൻ്റെ അകത്ത് എന്താ അനഘ എന്താ ക്യാരക്ടർ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ട്രെയിലറിൽ ജസ്റ്റ് കാണത്തുള്ളൂ തോന്നുന്നു. എൻ്റെത് ഒരു ലൈക്ക് ഒരു ബോൾഡ് ആയിട്ടുള്ള, ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു വുമൺ ഇൻ ഹർ മിഡ് 20s. അങ്ങനെ ചാക്കോച്ചനായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇത് എന്തോ പാട്ട് കേട്ടിട്ട് എന്തോ ഒരു പ്രേമം അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആണോ? അതായത് എന്തോ നിരാശ, പ്രണയമുണ്ട്, ഈ പറയുന്ന പോലെ തമാശകളുണ്ട്. ചാക്കോച്ചന്റെ പ്രണയമാണോ അതോ സുരാജ് ചേട്ടന്റെ? അല്ല, ചാക്കോച്ചന്റെ ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി. ആരുടെ പ്രണയമാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പുള്ളിക്കുണ്ട്. അല്ല, ആരുടെ സസ്പെൻസാ. അല്ല, ഞാൻ ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ടു, ഇങ്ങനെ വരികളൊക്കെ ഇങ്ങനെ കേട്ട് നോക്കിയപ്പോ എന്തോ പ്രണയം ആരോ ഫെയിലായി, പ്രണയം അതികഠിനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതും ഒരു ഭാഗമാണ്. സിംഹം, ലയൺ, ലവ്, ലൈഫ്, ലാഫ്റ്റർ, ഇതൊക്കെയാണ് ഈ സിനിമയിൽ. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ ക്യാരക്ടർ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സിംഹമാണല്ലേ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. പുള്ളിയാണ് പുള്ളിയുടെ സിനിമയാണത്. പുള്ളിയുടെ സിനിമയാണ് ശരിക്കും. പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം, പുള്ളിയുടെ ഒരു, അതായത് എനിക്ക് തോന്നുന്നു മലയാളത്തില് ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഗാംഭീര്യമുള്ള ഒരു സിംഹമായിരിക്കും ആശാൻ. കാരണം ഹോളിവുഡ് താരമാണ്. ബോളിവുഡ് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഇഡ്രിസ് ആൽബയുടെ കൂടെ ബീസ്റ്റ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറിന്റെ കൂടെ പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ളൊരു ഹിന്ദി മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്.
സുരാജ് വെഞ്ഞാറമൂടിന്റെ എന്റെയും കൂടെ ഗിർ എന്നുള്ള സിനിമ ആര് ഭാഗ്യം നമുക്കങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആർക്കാണെങ്കിലും അവസരം കൊടുക്കും. ഇന്റർനാഷണൽ ആക്ടർ എന്നുള്ള അങ്ങനത്തെ വേരിയേഷൻ ഇതൊന്നുമില്ല. വ്യത്യസ്തത ശരിക്കും പറഞ്ഞാൽ അവര് ചെയ്തുകൊണ്ട് നമ്മളിനി ചെയ്യില്ല എന്ന് അവർ നന്നായിട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ അവസരം കൊടുക്കുന്നു. സിംഹത്തിനൊപ്പം അഭിനയിച്ചപ്പോ പേടി തോന്നിയോ? എന്തിന് ഇത് ഇതിന്റെ ബാറ്ററിയിലെ സിംഹം എന്ന് വിചാരിച്ച അത് ഒറിജിനൽ പേടിയാവൂലേ? അല്ല, ഇത് എങ്ങനെയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? സത്യം 3 രീതികളിലാണ് നമ്മൾ ഈ സിംഹത്തെ ഇതിൽ പ്ലേസ് ചെയ്തത്. കുറച്ചൊക്കെ VFX സിംഹമായിട്ടുള്ള എക്സ്പീരിയൻസ് ചാക്കോച്ചന്റെ അത് സിംഹത്തിനോട് ചോദിക്കും. ഇതിൽ നമ്മൾ VFX ഉപയോഗിച്ചിട്ടുണ്ട്, അനിമട്രോണിക്സ് എന്നുള്ളൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ സിംഹവും. ഒറിജിനൽ സിംഹത്തിന് നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ മോജോ എന്നുള്ളതാണ് സിംഹത്തിന്റെ പേര്. അവിടുത്തെ പുള്ളിയുടെ എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മളാണ് എൻക്ലോഷർ ഉണ്ടാകുന്നത്. പുള്ളി പുറത്ത് ഹാപ്പി ആയിട്ട് നടക്കുകയാണ്, നിങ്ങളെയൊക്കെ അകത്തിട്ടിട്ട് നടക്കുന്നത്. അപ്പോൾ ക്യാമറയും ക്രൂ എല്ലാവരും ഓരോരോ സെപ്പറേറ്റ് മൂവബിൾ കൂടുണ്ട്. നമുക്ക് അതിനടുത്ത് മാറ്റി ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. ക്യാമറ ആംഗിൾ അനുസരിച്ച് എവിടെ വെക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. സിംഹത്തിന് അതിൻ്റെ ട്രെയിനർ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യിക്കേണ്ടത് അതൊക്കെ ചെയ്യിക്കും, കറക്റ്റായിട്ട് ചെയ്യിക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടെ. ഈ ഒരു കോമഡി മൂവീസിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ തന്നെ കോമഡി കുറേ നാൾ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാൾ സുരാജ് ഏട്ടൻ. പിന്നെ നിങ്ങളെ തന്നെ കുറേ കോമ്പോസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പുലികളും ആട്ടിൻകുട്ടികളും ഉണ്ട്. ജമുന പ്യാരിയിൽ ത്രൂ ഔട്ട് നിങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു സാധനം വർക്കൗട്ട് ചെയ്യുമ്പോൾ നൊസ്റ്റാളജി ആണോ തോന്നണോ അതോ ഇനിയും എന്തൊക്കെ ഇമ്പ്രൂവൈസ് ചെയ്യാണ്ടെന്നാണുള്ള ഒരു ഫീലിംഗ് ആണ്? ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളതാണ് 27 പടങ്ങൾ. 27ാമത്തെ പടമാണ് ഗിറാണ്. ശരിക്കും 27ാമത്തെ പടമാണ്, സിനിമയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതെ ഹീറോ ചാക്കോച്ചൻ. അപ്പോൾ തിരിച്ച് വീണ്ടും ആ ഒരു കോമ്പോയിലേക്ക് വരുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വീണ്ടും ഞങ്ങളൊരു ത്രൂ ഔട്ട് ഒരു സിനിമയിൽ വരുന്നത്. ഇപ്പം സുരാജ് നമുക്കറിയാം സീരിയസ് ഹ്യൂമർ സിനിമകളെന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി നാഷണൽ ലെവലിലുള്ള അവാർഡുകളൊക്കെ മേടിച്ച വേറെ പരിപാടിയൊക്കെ ആയി. അപ്പൊ തോന്നി ഇവനെ അങ്ങ് വിട്ടിട്ട് വേറെ റേഞ്ച് പിടിക്കാം അങ്ങനെയൊക്കെ പിടിച്ചിട്ട് വന്നപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ പഴയ ഒരു നൊസ്റ്റാൾജിയ, പഴയ മിഠായിയുടെ രുചി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇറങ്ങിയതാ. എന്നാ പിന്നെ ഇവന്റെ അടുത്ത് കൂടെ വീണ്ടും ഒരു സിനിമ ചെയ്തേക്കാം. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. സാധാരണ എന്താ വെച്ചാൽ സുരാജ് ഏട്ടൻ പണ്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ നാരങ്ങ മിഠായി, മിഠായി എന്നൊക്കെ പറഞ്ഞാൽ സ്കൂള് പഠിക്കും. പഴയ ടൈപ്പ് ഫുൾ കോമഡിയാ. പണ്ട് എനിക്ക് തോന്നുന്നു സുരാജ് ഏട്ടൻ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി മറ്റേ ക്യാരക്ടർ ഇപ്പൊ കുഞ്ചാക്കോ ചേട്ടൻ സാധാരണ ഫസ്റ്റ് ഈ കഥ പറയുമ്പോഴാദ്യം അങ്ങനെയായിരുന്നു. ഇതിപ്പോ നേരെ തിരിഞ്ഞു. എന്താ സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ സുരാജ് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതല്ലേ ഞാൻ കൂടുതലും ചെയ്തത്. അപ്പോൾ ചാക്കോച്ചൻ ചെയ്യുമ്പോൾ അതിന് വേറൊരു വെറൈറ്റി ഉണ്ടാവും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അടിപൊളി. കാരണം വെച്ചാൽ എന്നാത്താൻ കേസ് കൂടുന്ന പറഞ്ഞ സിനിമയിൽ ആ ഒരു മാനറിസം, ആ ഒരു ഡാൻസ്, ആ സംഭവം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഈ ഒരു സിനിമയിൽ വീണ്ടും ഒരു ആൽക്കഹോളിക് സെറ്റപ്പ്. കേസുകളിൽ ശരിക്കും വെള്ളം അടിച്ചിട്ടില്ല. ഡാൻസ് മാത്രമല്ല, ഞാൻ ഭയങ്കര കള്ളുകുടിയാണ് കള്ളുടിക്കണമെന്ന് കാണിക്കുന്നില്ല. കള്ളുടിയനെ അല്ല, പുള്ളി പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ രീതിയിലുള്ള ഡാൻസ് അതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറെ വെള്ളമടിച്ച് കഴിഞ്ഞാൽ കുറെ പേര് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. അല്ലാതെ അതിലെ കുഴപ്പൻ രാജീവൻ ഭയങ്കര ഡീസന്റ് ആണ്. കള്ളനാണെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ഡീസന്റ് ഇതിലും. പക്ഷെ കള്ളുകുടിയൻ പക്ക ത്രൂ ഔട്ട് കള്ളുകുടിയനൊന്നും അല്ല. പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെണ്ണ് വെള്ളമടിച്ച് ഈ സിനിമയിൽ അങ്ങനെ സിംഹത്തിന്റെ കൂട്ടിലേക്ക്. പിന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്നുണ്ട്, മദ്യപിച്ച് കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ ആളിന് ഈ പരിസരബോധം പോവും, ഏത് ലെവലിന് തിരിച്ചു കിട്ടും എന്നുള്ളതല്ല ഈ സിനിമ. എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞിട്ട് നമുക്ക് കള്ളുടിച്ചതിനെ രാജാവാന്ന് തോന്നുന്നു. എനിക്ക് നല്ല ട്യൂഷൻ തന്നത് പുള്ളിയാണ്. ചേട്ടൻ പഠിപ്പിച്ചു. ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് നോക്കുന്നു, പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ഞങ്ങള് കണ്ണുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് സുരാജിനാണ്, മോശമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് നന്നായിട്ടെങ്കിലും മോശമായിട്ടെങ്കിലും ഫുൾ ക്രെഡിറ്റ് സുരാജ് ചേട്ടൻ. അതെ, നന്നായിട്ടുണ്ടെങ്കിൽ എന്റെ, മോശമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരുത്താം, അങ്ങനെ ആക്കാം. ഈ ഒരു പെണ്ണ് കാരണം ഉള്ള ഒരു ഇൻസിഡന്റാന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോഴത്തേക്കും ആള് എന്തെങ്കിലും ഒതുങ്ങിയിരിക്കണപ്പോ തോന്നുന്നു ആ ഒരു റീസൺ
എന്താ അനഘ ചേച്ചി നമ്മളെല്ലാം ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാം ഒതുക്കുന്ന ഒരു ക്യാരക്ടർ. ഇത് കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, കുറച്ചും കൂടെ ഈ ഔട്ട്ലുക്കിലൊക്കെ. അല്ല, ഇതിനു മുമ്പ് ചെയ്ത സിനിമയിൽ ഭീഷ്മപർവത്തിലും ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. ഭീഷ്മപർവം ബോൾഡ് ആയിട്ടുള്ള ഒരു എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, വീണ്ടും അങ്ങനെ ഒരു ക്യാരക്ടറോടെ തന്നെ വീണ്ടും അല്ല അത് ഇത് ക്യാരക്ടർ വൈസ് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പിന്നെ എന്താണ്, ഓക്കെ, നമുക്ക് കോമഡി ജോണറിലേക്ക് തിരിച്ചു വരാം. ഇല്ല ഇത് കംപ്ലീറ്റ് അതെ, ലൈക്ക് ഭീഷ്മപർവത്തിൽ വേറെ തന്നെ സ്റ്റോറി ലൈൻ, ഇതിൽ ക്യാരക്ടർ വൈസ് ബോൾഡ് ആണെന്നുള്ളൂ. പക്ഷേ വില്ലേജിലാണെങ്കിലും ഒരു റിച്ച് ഫാമിലിയിൽ ജനിക്കുന്നു. ആൻഡ് ദെൻ കൂടുതൽ കാര്യങ്ങൾ പറയാമോ? ഭീഷ്മപർവത്തില് ശ്രീനാഥ് ബാസിയുടെ ക്യാരക്ടറും അത്യാവശ്യം ബോൾഡാണ്. എന്റേത് അത്ര ബോൾഡ് അല്ല ഇതില്. അതിന്റെ വ്യത്യാസം ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴുള്ള ഒരു ഫണ്ണും കാര്യങ്ങളും, അല്ലെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതൊരു ഫൺ ഫിലിം മാത്രമായിട്ട് കാണേണ്ടത് ഇതിനെ, വേറെ കുറച്ച് ലേയേഴ്സ് ഒക്കെ ഉണ്ട്. സുരാജിന്റെ ലൈഫിലാണെങ്കിലും എൻ്റെ ലൈഫിലാണെങ്കിലും ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരുടെ ലൈഫിലാണെങ്കിലും മാരീഡ് ലൈഫിലെയും അല്ലെങ്കിൽ ലവ് ലൈഫിലെയും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം അങ്ങനത്തെ റിലേഷൻസിന്റെ ഒക്കെ പല ലേയേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൺ റൈഡ് തന്നെയായിരിക്കും ഗിർ എന്ന സിനിമ. ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പൊ ഇവര് ഇതിനകത്ത് പെട്ടെങ്കിലും ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ലെയർ ഉണ്ട്. സൂര്യ നടക്കുന്ന ഇൻസിഡന്റ് ഉണ്ട്, റിയൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും സൈമൾട്ടേനിയസ്ലി പറഞ്ഞു പോകുന്നുണ്ട്. നമ്മള് വൺസ് സൂവിന്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ അവിടെ മാത്രമായിട്ട് തീരുന്നില്ല. അതിന്റെ ചുറ്റും അതിന്റെ പുറത്തും നടക്കുന്ന പല പ്രശ്നങ്ങളും വേറെ പല ഇതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും, പല ആൾക്കാരും, പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടിപൊളി മറ്റേ കാണുമ്പോൾ തന്നെ ചിരി തന്നെ ഒരു ക്രൂ ആ ഒരു സിനിമയിൽ മൊത്തത്തിൽ വന്നേക്കണം. ഒരുപാട് ഇപ്പം ശോഭി ചേട്ടൻ ഇതിലൊരു രസകരമായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അലൻസിറേട്ടനുണ്ട്, മഞ്ജു ചേച്ചിയുണ്ട്, രമേശ് പിഷാരടി ഉണ്ട്, ശ്രുതി രാമേന്ദ്രനുണ്ട്, സിബി തോമസ് ഉണ്ട്, രാജേഷ് മാധവനുണ്ട്. അങ്ങനെ കുറെ ട്രെയിലറിൽ നമുക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉപരി എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ മിസ്റ്റർ മോജോ ആയിരിക്കും. മിസ്റ്റർ മോജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഹം. ശരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. കാരണം ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായി. അത് പക്ഷേ ഈ സിംഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സമയം എടുത്തത്. അതിന്റെ VFXും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ദൈവം സഹായിച്ച് ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കുട്ടികൾക്കൊക്കെ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമകൾ ഇപ്പോൾ സമീപകാലത്ത് വന്നിട്ടില്ല. അവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലീസിനൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടൊരു കോമ്പോയൊക്കെ വരുമ്പോഴത്തേക്കും ഫാമിലീസൊക്കെ കുറച്ചുകൂടി ഇത് കാണാൻ വരും. അതിനൊപ്പം തന്നെ ഈ സിനിമയൊക്കെ വരുമ്പോൾ പിള്ളേരും ഒരുപാട് പേര് സിനിമ കാണാൻ വേണ്ടി വരും. അങ്ങനെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കൂടുതൽ സിനിമ കൂടിയാണ്. കാരണം ഞാൻ പറഞ്ഞത് ഇത് ആ ഒരു ഫൺ മാത്രമല്ല, പല ലേയേഴ്സ് നമ്മൾ ഇതിലോട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഉള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ജാതീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് പക്ഷെ ഭയങ്കര ഒരു കോൺട്രവേഴ്സി എന്നുള്ള രീതിയിൽ എന്നതിനപ്പുറം അത് കുറച്ചൊരു കോമൺ സെൻസോട് കൂടി കാണാനായിട്ട് നമ്മൾ പ്രചോദിപ്പിക്കുന്ന ഒരു സിനിമയും കൂടെ ആവണം ഗിർ എന്നുള്ളൊരു ആഗ്രഹം. മലയാള സിനിമയിൽ ഇപ്പം ഈ എന്താ കോമഡി ചെയ്ത് ബലിപ്പിക്കാൻ ഇപ്പോൾ ഒരു പാട് അല്ലെങ്കിൽ എന്താ ആൾക്കാർ ഇപ്പോൾ കുറച്ചുകൂടി റിവ്യൂ ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്താ ഇതിനെ ക്രൂശിക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഈ അശ്വന്ത് കോക്ക് അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് അങ്ങനെയുള്ള കുറേ റിവ്യൂവേഴ്സൊക്കെ വന്നിട്ട് നമുക്ക് ഇപ്പം എന്താ വെച്ചാൽ കോമഡി മൂവീസ് ചെയ്യാനൊരു ഹാർഡായിട്ടുള്ള ടൈമാണെന്ന് പറയാൻ പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സാണ് നിങ്ങൾ. അപ്പം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ആൾക്കാർ കുറച്ചുകൂടി കീറി മുറിച്ച് സിനിമയെ കാണുന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അത് നമുക്ക് അങ്ങനെ ഒരു പരിധി കൂടുതൽ അതിനെ ബാൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇവരെല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ സിനിമകൾ എടുക്കുന്നത്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കിയാൽ മാത്രം മതി. എല്ലാവരും ഇപ്പോഴത്തെ ഒരു മലയാള സിനിമയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സമയമാണ്. കാരണം നല്ല സിനിമകൾ, അത് ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും, അത് വലുതെന്നോ ചെറുതെന്നോ പുതിയവരെന്നോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതായിട്ടൊന്നും ഒരു വ്യത്യാസമില്ലാതെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, അത് ആൾക്കാരെ ഹുക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററുകളിലേക്ക് ആൾക്കാർ മഴയും വെയിലും അല്ലെങ്കിൽ പ്രശ്നമല്ല ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന വേറൊരു ട്രെൻഡ് എന്താ വെച്ചാൽ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആടുജീവിതം നോക്കുകയാണെങ്കിൽ, മഞ്ഞുമൽ ബോയ്സ് നോക്കുകയാണെങ്കിൽ, അങ്ങനെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമയും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇതും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പൊട്ടൻഷ്യൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൽ കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അതെല്ലാം ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ്.
ഇത് ഒരുപാട് ഇൻസിഡന്റുകൾ സംഭവിച്ചിട്ടുള്ളതുണ്ട്. കുറച്ച് ഒരുപാട് നാളുകൾ തിയേറ്ററിൽ ഒരുപാട് ആളുകൾ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ എല്ലാ രാജ്യത്തും ഇങ്ങനെയുള്ള സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് കുഞ്ചാക്കോ ചെയ്ത സിനിമ ചാവേറായിരുന്നു. ആ ഒരു ചാവേറിൽ നിന്ന് ഒരു റഗ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ? ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ഞാൻ കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ സീനുകളും സീക്വൻസുകളും എല്ലാം ഭയങ്കര ഒരു ഇൻറ്റൻസ് ആയിരുന്നു, എക്സോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരോടൊപ്പം കുറേ അധികം സമയം ചിലവഴിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് സുരാജ് ഞാനായിട്ടുള്ളൊരു കോമ്പോ എന്ന് പറയുമ്പോൾ 27 സിനിമകൾക്കപ്പുറം നിൽക്കുമ്പോൾ അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. കാരണം സുരാജിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അതിന് സാക്ഷിയാകാൻ സാധിച്ചിട്ടുണ്ട്, അതിന് ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു സഹപ്രവർത്തകൻ എന്നുള്ള രീതിയിലും സുഹൃത്ത് എന്നുള്ള രീതിയിലും ആ ഒരു കോമ്പിനേഷൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മാജിക് ഉണ്ടാവണേ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിട്ടുള്ള എന്തെങ്കിലും രസകരമായിട്ടോ അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും മൂമെന്റ്സ് ഉണ്ടായിട്ട് ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ പറയണു? അല്ല, ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചാക്കോച്ചൻ്റെ ലൊക്കേഷനിലുണ്ടെങ്കിൽ അതിന് വേറൊരു സുഖമാണ്. കാരണം വെറൈറ്റി ഫുഡൊക്കെ തേടി പിടിച്ച് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡെയിലി ഇദ്ദേഹം എന്ത് കഴിക്കുന്നു അത് കുറച്ച് എനിക്കും കൊടുത്തു വിടും. അപ്പോൾ അത് ഇപ്പോഴെ തൊട്ടല്ല, വളരെ നേരത്തെ തൊട്ട്. എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ പുള്ളി ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്തോട്ട് വിടുകയുള്ളൂ. എൻ്റെ കുക്ക് അതുപോലെ പോകണം എന്തുവാണ് എന്ന് പറഞ്ഞ് എൻ്റെ കാര്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വിളിച്ചിട്ട് കൊള്ളാം, ഇത് മലയാളിക്ക് കൊടുത്തോ. അങ്ങനെ ഫുഡ് ഹണ്ടിങ്. എന്തെങ്കിലും ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇൻസിഡന്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ സൗത്ത് ആഫ്രിക്ക ആയിരുന്നു. പക്ഷെ അതിൽ എനിക്ക് വയ്യാതെ വന്നതിന് ഇവർ ഈ സൗത്ത് ആഫ്രിക്കയിൽ സഹോദരൻ്റെ മോജോ എന്ന് പറയുന്ന സിനിമത്തിൻ്റെ ഷൂട്ടിങ് പുള്ളി അടുപ്പിച്ച് 2 ദിവസം വർക്ക് ചെയ്യില്ല. ആദ്യത്തെ ദിവസം വർക്ക് ചെയ്യും, ഞാനല്ല സിംഹം, അല്ലല്ല സുരാജല്ല, 3-ാം ദിവസം അങ്ങനെ ഇടവിട്ട ദിവസങ്ങളെ വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് അത്യാവശ്യം വിശപ്പ് വന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഇതിന് ഓരോ കാര്യങ്ങൾ അഭിനയിപ്പിക്കാൻ പറ്റും. ഒരു ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സമ്മാനമായി ഭക്ഷണം കൊടുക്കും. അപ്പൊ അങ്ങനെ അന്ന് ദിവസം ഷൂട്ടിംഗ് ആണെങ്കിൽ പുള്ളിക്ക് കുശാലാണ്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയി നല്ല വയറാണെന്ന് പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തിനുള്ളിൽ പുള്ളിയുടെ വയറ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും നോ രക്ഷ, ഒരു സൈഡ് കിടന്ന് നോക്കും. പിറ്റേ ദിവസം അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഷൂട്ട്, ഒരു ദിവസം റെസ്റ്റ്, അടുത്ത ദിവസം ഷൂട്ട്, ഇങ്ങനെയാണ്. അല്ലാതെ കുത്തി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വയലന്റ് ആവും. എന്താ അതല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് ഇന്ററപ്റ്റ് ചെയ്ത് ഫസ്റ്റ് വയലന്റ് ആയി, പിന്നെ അതിന്റെ പിറ്റേന്നായിരുന്നു എനിക്ക് കോമ്പിനേഷൻ. 3-ാമത്തെ ദിവസമായിരുന്നു സുരാജുമായിട്ടുള്ള കോമ്പിനേഷൻ. പെട്ടെന്ന് എന്തോ വയറുവേദന, തലവേദന, പനി എന്നൊക്കെ പറഞ്ഞ് പുള്ളി റൂമിലേക്ക് പോയി. സിംഹത്തിന്റെ ഒപ്പം അഭിനയിക്കാൻ പേടിയായതുകൊണ്ട് നാട്ടിൽ പോയതാണ് എന്ന് പറഞ്ഞില്ല. പുള്ളിയുടെ ഫുഡിന്റെ പ്രശ്നമായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നത് പുള്ളിയുടെ ഇന്ത്യൻ നമ്പർ എന്നുള്ള കോളാണ്. നാട്ടിലെത്തി സഹോദര, എനിക്ക് പറഞ്ഞിട്ട് നിങ്ങള് ജീവനൊക്കെ ബാക്കി തിരിച്ചു പോരാ, ഞാൻ നാട്ടിൽ പോവാണ്, എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും. അല്ല, അത് ജീവനിൽ കൊതിയില്ലാത്ത ആർക്കും അവിടെ ചെന്ന് നിൽക്കാൻ പറ്റൂല. അല്ല, കൊതിയുള്ള ആർക്കും. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ആണ്, എന്ന് പറഞ്ഞാൽ കോർഡോൺ സ്പേസ് ആണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗ്രില്ലുകൾ പോലുള്ള കൂടുകളുണ്ട്. അതിൻ്റെ അകത്താണ് ക്യാമറയും ക്രൂവും ആൾക്കാരെ അയക്കുന്നത്. പിന്നെ 1-2 കൂടുകളുണ്ട്, അങ്ങനത്തെ ചെറിയ കൂടുകൾ. നമ്മുടെ സിംഹത്തിന് അതിൻ്റെ സ്പെഷ്യൽ കാരവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വേറെ സ്ഥലത്തുനിന്ന്, പുള്ളിയുടെ സ്ഥിരം സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന് ഈ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ഗേറ്റും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് പതുക്കെ ഇതിൻ്റെ ട്രെയിനർ ഇതിന് ഇറക്കി വിടും. നമ്മളപ്പോൾ ഈ കൂടുകളുടെ അകത്താണ്. ഇപ്പോൾ ക്യാമറ ഇവിടെയാണെങ്കിൽ, ക്യാമറ വെച്ചുള്ള കൂട് ഇവിടെയാണെങ്കിൽ ഞങ്ങളെ വെച്ചിട്ടുള്ള കൂട് ഇവിടെ ആയിരിക്കും. സിംഹത്തിന് ഇവിടെ നിന്ന് ഇറക്കി വിടും, ക്യാമറ ഇവിടെ വെച്ചിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് തൊട്ട് പുറത്തോട്ട് ഇറങ്ങും. സിംഹം പതുക്കെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളുടെ സജഷൻസും കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ എടുക്കും. സിംഹം ഒരു പരിധി കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ 100 ഓട്ടിനകത്തോട്ട് കയറി ഇരിക്കണം. ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ, അതായത് ആസ് ആൻ ആക്ടർ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ലെജൻഡറി ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 ആക്ടേഴ്സാണ്. ചേച്ചി ഇപ്പോൾ കുറച്ചാളായിട്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തീം വേണമെന്നുണ്ടാവും. സോറി, ചോദ്യം എന്താ? ഞാൻ അതിലും എന്തായിരുന്നു, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം, അതായത് ഇപ്പോൾ ഈ ഒരു ആനിമലിൻ്റെ ഒപ്പം ഒരു മൃഗത്തിൻ്റെ ഒപ്പം ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പുലിമുരുകൻ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്, പണ്ട് മമ്മൂക്ക ചെയ്തിട്ടുണ്ട്,
ഇപ്പൊ നിങ്ങൾക്ക് അല്ല, ഇത് നിനക്കും ചെയ്യാം. എനിക്ക് അവസരം ആരിൽ വിളിച്ച എന്തിന് ഇപ്പൊ എഡിറ്റ് എന്തെല്ലാം ടെക്നോളജി ഇറങ്ങി സിംഹത്തിന്റെ അടയാളം തോന്നിക്കാം. പക്ഷെ അതിന്റെ കൂടെ നിൽക്കണമെങ്കിൽ തായ്ലാൻഡിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഓപ്ഷൻസ് ഉണ്ട്. അല്ല ചുമ്മാ ഫോട്ടോ നിങ്ങൾ അഭിനയിച്ചു ഇതിന്റെ ഒപ്പം. അപ്പൊ ഒരു ഡ്രീം മൂവി ആയിരുന്നു ഇത്, ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ടോപ്പിക് ചെയ്യണമെന്നുള്ളത്. അത് മനസ്സിലായി. ഇത് അഭിനയിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം ഒന്ന് നമ്മൾ സങ്കല്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് രണ്ടുപേരും. ഇവിടെ ഇതുണ്ട്, ഇത് ഇന്ന സമയത്ത് ഇങ്ങനെ ആകുന്നു എന്നുള്ളത് അത് ചില്ലറ പരിപാടിയല്ല. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാൻ. കാര്യം അവിടെ സിംഹം ഉണ്ടെന്ന് നമ്മൾ അതിന്റെ റിയാക്ഷൻ നമ്മൾ ഇവിടെ നിന്ന് ഇടണം. അതെ, അവിടെ ഉണ്ട് സങ്കല്പിച്ചിട്ട് ഏകദേശം ഒരു ഷോട്ട് ഓക്കെ പറഞ്ഞാൽ 3 പ്രാവശ്യം അടിപ്പിക്കും. പ്ലേറ്റ് എടുക്കണം, അല്ലാതെ ഒറിജിനൽ എടുക്കണം. പിന്നെ മറ്റേ അവിടുന്ന് മറ്റേ ആളൊക്കെ വന്നല്ല ബോംബെയിൽ നിന്ന് ആനിമെട്രോണിക്സ് ഉപയോഗിക്കുക. അതായത് സിംഹത്തിന്റെ രൂപത്തിൽ തന്നെ ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആ രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണ്ണുകളുടെ അനക്കം, അല്ലെങ്കിൽ ഇതിൻ്റെ മുഖത്തിൻ്റെ മസിലുകളുടെ ചെറിയ മൂവ്മെൻറ്റ്സ്, കാര്യങ്ങൾ, ചെവി അനങ്ങുന്നത്, അതൊക്കെ ഈ ആനിമെട്രോണിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു. കാരണം ഒന്നുമില്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഓരോ എക്സ്പ്രഷൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഈ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോൾ നല്ല നട്ടുച്ചയ്ക്ക് നട്ടപ്രാന്തായിട്ട് എന്തൊക്കെയോ ഭ്രാന്തന്മാരുടെ കഥയാണ് സൂവിനകത്തല്ലേ വന്നത്. അപ്പൊ മെയിൻ സൂ ഇതാണ് ഫസ്റ്റ് സംഭവം. സിംഹമൊക്കെ കണ്ടു മടക്കുമ്പോ ഇവന്മാർ ആരത് എന്തൊക്കെയാണ് കാണിക്കുന്നത്. നമ്മളവിടെ അവിടെ ആരും ഇല്ലല്ലോ. മറ്റു മൃഗങ്ങളെ കാണാൻ വന്ന ആൾക്കാർ നിങ്ങളെ കണ്ടിട്ട് പോണ ഒരു അവസ്ഥ അല്ലേ. പിന്നെ അതുപോലെ തന്നെ ചേട്ടനെ അറിയാമോന്ന് അറിയാമോ, ചേട്ടൻ്റെ ഒരു സിനിമയിലുള്ള സാധനം ഭയങ്കര വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. ജലോത്സവം എന്ന് പറഞ്ഞ സിനിമ ഓർമ്മയുണ്ടോ? അതിൻ്റെ അകത്ത് മറ്റേ അടിച്ചു കയറി വാ, ആ സാധനം ഇപ്പൊ ഒരു രക്ഷയില്ല, എല്ലായിടത്തും ഉണ്ട്. റിസ്കാരെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പണ്ടൊക്കെ കുറച്ചാൾ മുമ്പൊക്കെയാണെങ്കിൽ ഈ ട്രോളൊക്കെ വരുന്ന ആദ്യ സമയത്ത് മറ്റേ ദശമൂലം താമൊക്കെ ആയിരുന്നെങ്കിൽ അപ്പൊ അതൊക്കെ ഓർക്കുകയും ചെയ്തിട്ട് മറ്റേ റിയാസ് ഖാൻ്റെ അടിച്ചു കയറി വാ എന്നുള്ള സാധനമൊക്കെ ഓരോ സമയങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. അതിപ്പം ഓരോ പ്രാവശ്യം ഓരോ ഇഷ്ടങ്ങൾ മാറി വേറി വരുമല്ലോ. ഇപ്പം പണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇപ്പം എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടാത്തവർ ഇപ്പോൾ ഇഷ്ടപ്പെടും എന്നുണ്ട്. അങ്ങനെ ഓരോരോ രീതികളിൽ ഓരോരോ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയത്ത് ഓരോ ട്രോളുകൾ ആ സമയത്തുള്ള ഒരു ഹൈപ്പിനനുസരിച്ച് കൂടുതൽ പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കും. എല്ലാം ടെമ്പററി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഡ്രീം ക്യാരക്ടർ എന്താ? അതായത് ഒരു ഡ്രീം മൂവി ചെയ്യാനുള്ളത് നിങ്ങളെ രണ്ടുപേരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഡ്രീം റോൾ എന്ന് പറയുന്നത് ഒരു സിംഹത്തിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അത് സംഭവിച്ചു. അതിന് ഒരു ഡ്രീമും ഇല്ലെന്നു. അതോടുകൂടി എല്ലാ സുരാജ് ചേട്ടനെ സംബന്ധിച്ചുള്ള ഡ്രീം വെച്ച് ബാഹുബലിയായിരുന്നു. പക്ഷെ ആള് ചെയ്തില്ലേ. തേർഡ് പാർട്ട് വരുന്നു. ബാഹുബലി 3 ഒരെണ്ണം ട്രൈ ചെയ്യാൻ ഒരാൾ കയറി പിടിച്ചില്ല. അതായിരുന്നു എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ്. അത് നേരത്തെ സാധിച്ചില്ല. പോട്ടെ, അങ്ങനെയൊന്നുമില്ല, സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. നല്ല എന്നാലും എനിക്ക് ഡാൻസ് ബേസ് എന്തെങ്കിലും ചെയ്യണം. ഡാൻസ് ബേസ് ലൈക്ക് എന്താ ഒരു ഫുൾ ഡാൻസ് ഓറിയന്റഡ് മൂവി ചെയ്യണം എന്നാണോ? അങ്ങനെ ശോഭന ചേച്ചിയൊക്കെ ചെയ്യുന്നൊക്കെ പോലെ അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ. ഡാൻസ് ബേസ്ഡ് മൂവിയാണോ? ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെ രണ്ടാഗ്രഹങ്ങള് സിനിമയുടെ ഒരു കള്ളുകൂടിയായിട്ട് അഭിനയിക്കാൻ നോക്കും. രണ്ട് ഒറ്റ സിനിമയിലെ ഡാൻസും കള്ളുടിയും. സിംഹത്തിനൊപ്പം അഭിനയിക്കുന്ന കള്ളുടിയനും ഡ്രീം ആയിരുന്നു. അതെ, അത് രണ്ടും ഈ പടത്തില്. ശരിക്കും സിനിമത്തിനൊപ്പം അഭിനയിക്കുന്ന ഡ്രീം ആയിരുന്നു. സത്യം. ഞാൻ എന്ത് സംശയം, പണ്ട് നമ്മള് കുട്ടികളൊക്കെ ആയിരിക്കും, കൊച്ചുകളായിരിക്കും, നമ്മൾ എന്തോരം ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടായിരുന്നു. ചാക്കോച്ചനുള്ള മറ്റേ അനിയത്തിപ്രാവ് സിനിമയിലുള്ള പൾസർ മേടിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു. പൾസർ പോട്ടെ, നമ്മുടെ സ്പ്ലെൻഡർ, മാറ്റി പറയരുത്, സോറി മാറിപ്പോയി, സ്പ്ലെൻഡർ മേടിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് എന്താ ശരിക്കും സംഭവം എന്താ? അത് ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചോ അതോ അതിപ്പോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. അത് യൂസ് ചെയ്യാറുണ്ടോ? ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ ഫ്ലാറ്റിന്റെ അതിലുപയോഗിച്ച വണ്ടി സെയിം അനിയത്തിപ്രാവിൽ അഭിനയിച്ച സ്പ്ലെൻഡർ അതിന് വാങ്ങി. അടിപൊളി. അല്ല, ഇങ്ങനെ അഭിനയിച്ച കണ്ടിട്ടാണ് ഞാനും ആദ്യം വാങ്ങുന്നത് സ്പ്ലെൻഡർ. അല്ല, ഇതിപ്പോ ഇങ്ങനെ ആരിലൊക്കെ സ്പ്ലെൻഡറിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മള് കൂട്ടാമാടൊക്കെ പറയും ആരെങ്കിലും ആരെങ്കിലും. അന്ന് മമ്മൂക്ക, ലാലേട്ടൻ ഇവരുണ്ടെങ്കിലും നമ്മുടെ യൂത്തിന്റെ ഐക്കൺ ഒരു പരിപാടിയായിരുന്നു. അത് വന്നതിന് ശേഷം ഭയങ്കര ബാധ്യതയായി. നമ്മൾ അതെടുക്കേണ്ടി വന്നു. അതില്ലാതെ കോളേജിൽ എങ്ങനെ പോകും?
അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സ്വന്തമാക്കിയ വാഹനം. അല്ല, ആ ഒരു ഏജിലുള്ളവർക്ക് എല്ലാവർക്കും പുള്ളിയോട് ഭയങ്കര ഒരു ഹ്യൂജ് ഫാൻ ബേസാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ എൻ്റെ വീട്ടിൽ പറയുമ്പോൾ ആർക്കും ഒരു വിലയില്ല. ഞാൻ എന്നാലും ഉമ്മാട് പറഞ്ഞു ഞാൻ നാളെ കുഞ്ചാക്കോന് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നപ്പോൾ ഉമ്മ കുഞ്ചാക്കോന് ഇന്റർവ്യൂ എടുക്കാൻ പോവാ. ഇന്നലെ തൊട്ടാണ് ഭക്ഷണം കിട്ടി. എന്നിട്ട് എന്നെ ഇതുവരെയായിട്ട് ഇന്റർവ്യൂവിനൊന്നും വിളിച്ചെണിപ്പിക്കാത്ത ആളാ. രാവിലെ 8 മണി ഇന്റർവ്യൂ എടുക്കാൻ പോകണ്ടേ എണീക്കുന്നൊക്കെ. നീ നമ്മളെ ഗർഭടം ഇറങ്ങി കഴിഞ്ഞ സിംഹങ്ങളെ എല്ലാവരും വായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അപ്പൊ ഈ ഗിറിന്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഇനിയിപ്പോ നിങ്ങൾക്ക് ലൈക്ക് എന്നത്തേക്ക് ബാക്കി ജൂൺ 14-നാണ് റിലീസ് തിയേറ്ററിൽ എത്തുന്നത്. നമ്മൾ ഈ സിംഹത്തെ തിയേറ്ററിലേക്ക് ഇറക്കി വിടുകയാണ്. നിങ്ങളായി സിംഹമായി ഇതൊരു 100 കോടി ക്ലബ്ബിൽ കയറാൻ ഒരു അയിഞ്ഞാട്ടം ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടോ? ഇതുവരെയുള്ള ചാൻസ് അങ്ങനെയൊക്കെയാണ്. നമുക്കൊരു പ്രതീക്ഷയല്ലേ അങ്ങനെ സംഭവിക്കട്ടെ. ഈ നമ്മൾ സോങ്ങിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ട് കാണാന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് യൂട്യൂബ് നോക്കി സിംഹത്തിനെ പിടിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് നോക്കുന്ന സീനുണ്ട്. അതിനെ കുറിച്ചുള്ള കമന്റ്സ് എന്താ? അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുക ഇത് എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ടോയ് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ കണക്ട് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ യൂട്യൂബ് അടിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണ്ട് നമ്മൾ നമ്മുടെ അപ്പനും അമ്മയോട് ചോദിക്കും, ഇപ്പം നേരെ നമ്മൾ ആദ്യം ഗൂഗിളിനോട് ചോദിക്കും, എന്ത് സംശയം യൂട്യൂബിൽ നോക്കി അത് വെച്ചിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. അല്ല, അപ്പൊ നിങ്ങൾ ഇതിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഗൂഗിൾ എന്തെങ്കിലും ചോദിക്കാം ഹൗ ടു ആക്ട് വിത്ത് എലഗൻന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ അറിയാൻ പാടാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മള് ഈ ഇന്റർവ്യൂ വരുമ്പോൾ നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്തോ, ഹൗ ടു ഇന്റർവ്യൂ സുരാജ് വെഞ്ഞാറമ്മൂർ, കുഞ്ഞാക്കോ ബോബൻ, അനക്കാതൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കി. ശരിക്കും ഇല്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോ ഉമ്മ പറഞ്ഞ തന്നെ കറക്റ്റ്. എടാ നീ ഇത് വേണ്ട, ഈ പണിക്കൊന്നും പോകാറുണ്ട്, നീ മിണ്ടാന്നില്ല, നീ വീട്ടിൽ ഇരുന്നിരുന്ന് ചാക്കോച്ചെന്ന് പറഞ്ഞോണ്ട് അവര് വിട്ടതാ. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ഉമ്മ തന്നെ പറയാം ഇനി മക്കള് മതിയാക്കിക്കോ. ഇല്ല ഏട്ടാ, കോൺഫിഡൻസ് പോയി. അല്ല, ഞാൻ എന്താ സത്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്. സുഖമായിട്ട് പറ്റുന്ന പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കുറച്ച് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ അത്രയ്ക്ക് ഭീകരനാണ്. അതല്ല, എന്ത് പറഞ്ഞടാ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഞാൻ പുള്ളിയുടെ ഭയങ്കര ആരാധന. ഞാൻ പുള്ളിയോട് വന്നപ്പോൾ തന്നെ നേരെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ആക്ഷൻ ഹീറോ പ്ലീസ് വന്ന ഉടനെ നമ്മളിപ്പോൾ ഒരു വലിയ ആൾ വരണമെങ്കിൽ അവനെ ഒന്ന് സൂചിപ്പിക്കുമല്ലോ. ഞാൻ ആക്ഷൻ ഹീറോ ബീജ് കണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചേട്ടാ. ഞാനത് എന്തെങ്കിലും കാണുമ്പോൾ സ്ട്രൈറ്റ് പറയാൻ വേണ്ടി ഇരിക്കും. ഞാൻ പറഞ്ഞ ചാക്കോച്ചൻ വന്നാ ഇപ്പോൾ വരും. ഈ സിനിമയിലെ അപ്പുറം നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? എന്താ ഒരു വൈബ്? നീ ഇനി സംസാരിച്ചത് ഈ ഫ്രണ്ട്ഷിപ്പ് കളയരുത്. ഇതുവരെ എങ്ങനെയുണ്ട് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര അടിപൊളിയായിരുന്നു. ചാക്കോച്ചിൻ്റെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റാർ അതിന്റെ ഒന്നുമില്ല. ഭയങ്കര ഹമ്പിൾ ആയിരുന്നു. സുരാജേട്ടൻ്റെ സുരാജേട്ടനോട് ഈ ഫിലിമിൽ എനിക്ക് അധികം കോമ്പിനേഷൻ അങ്ങനെ ഇല്ല. പാട്ടില് ഒരു സോങ് ഉണ്ട് അല്ലേ, ആ ഒരു 2-3 ദിവസത്തെ കോമ്പിനേഷൻ മാത്രമേ ഉണ്ടായിരുന്നു. ആസിഫ് അലിയുടെ ഒപ്പമുള്ള സുരാജേട്ടനും ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ കുറെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇൻവോൾവ് ആയിട്ട് സജഷൻസ് ഒക്കെ പറയും. ഗേൾസിന് മാത്രമേ ഞാൻ ടിപ്സ് കൊടുക്കാറുള്ളൂ. എനിക്കും ഉണ്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ്. നമുക്കൊന്നും പറഞ്ഞു തരില്ല, പക്ഷെ പെമ്പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. നേരത്തെ അല്ലേ പറഞ്ഞത്, ആ എല്ലാ എക്സ്പ്രഷനും മൊത്തം സുരാജേട്ടനാ പറഞ്ഞത്. രണ്ടും കൂടെ ഇരുന്ന് കളത്തുക, നിനക്ക് മനസ്സിലായില്ലേപ്പാ എക്സ്പ്രസിൻ്റെ എല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് എനിക്കിപ്പോൾ അഡിയോസ് അമിഗോസ്, പിന്നെ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറിലൊരു സീരീസിൻ്റെ പോസ്റ്റർ ഉണ്ടായിരുന്നു, 5 ഭാര്യമാരൊക്കെ ആയിട്ട്. എന്താ സംഭവം? 5 കല്യാണം കഴിച്ചോ? 1 life 5 wives. അതിന്റെ എന്താ അതിന്റെ പേരെന്താ സീരീസിന്റെ? റിയൽ ലൈഫിലെ കാര്യങ്ങളാണ്. അതിന്റെ പേരെന്തായിരുന്നു? അത് തന്നെ മധു അല്ലല്ലോ, പേര് ഞാനും മറന്നുപോയി. നാഗേന്ദ്രൻസ്
ഹണിമൂൺസ്. അപ്പോൾ എന്താ ശരിക്കും 5 കല്യാണം കഴിക്കുന്നുണ്ട്, 5 പേരെ കിട്ടുന്നുണ്ട്. 5 പേരെ കിട്ടുന്നുണ്ട്. മറ്റേ അഡിയോസ് അമിഗോസ് എനിക്ക് ആസിഫ് അലിയുടെ ഒപ്പം ഉള്ള സിനിമ. അതെ, അരമണിക്കൂർ കഴിഞ്ഞു. മതി, ഓക്കെ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നീ എന്തെങ്കിലും പറ, ഇതൊന്നും നിങ്ങളെ പറ്റിയാണ് പറയണത്. അപ്പൊ ഗിർ മൂവിയുടെ വിശേഷങ്ങളാണ് നമുക്ക് കേട്ട്. അപ്പൊ ഇത്ര നേരം നമ്മുടെ ഒപ്പം ഇരുന്ന സുരാജേട്ടനും ശരിക്കും പറ, ചാക്കോച്ചനും ഇത് എവിടുന്ന എടുത്തത്? ഇത് എവിടുന്ന അപ്പൊ എടുത്തത്? ഒന്നോട് പറയാം. അപ്പൊ ഗിർ മൂവിയുടെ വിശേഷങ്ങളാണ് നമുക്ക് കേട്ടത്. നമ്മുടെ ഒപ്പം ഇത്ര നേരം ഇരുന്ന അനഘ ചേച്ചിക്കും കുഞ്ചാക്കോ ചേട്ടനും സുരാജേട്ടനും അല്ല, ഞാൻ ഇവിടെ വന്യനും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ബോധ്യമായി. ഞാൻ ചോദിക്കാന്ന് ചോദിച്ചു, ചേട്ടാ ഞാൻ സാറിന്ന് വിളിക്കണോ അല്ലെങ്കിൽ ഇപ്പൊ ചാക്കോച്ചെന്ന് ഞാൻ വിളിച്ചതിനെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി എന്താ വിളിക്കേണ്ടത്. അപ്പൊ ശരിക്കും എന്താ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. അപ്പൊ ഗിർ എന്ന് പറയും ഒരു മിനിറ്റ്. അപ്പൊ ഗിർ ഒരു മിനിറ്റ് അപ്പൊന്നും വേണ്ടല്ലോ. എടാ ഗിറിന്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾ ജൂൺ 14 റിലീസാവുന്ന ഗിർ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമുക്ക് കേട്ടത്. നമ്മോടൊപ്പം ഇത്ര നേരം സഹകരിച്ച അനഘ ചേച്ചിക്കും ചാക്കോച്ചനും സുരാജേട്ടനും എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും എന്തായാലും ഇവരുടെ പടം പോയി ഫസ്റ്റ് ഡേ തന്നെ കാണണം. ഞാനും ഫസ്റ്റ് ഡേ ഉണ്ടാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും വന്നം. അപ്പോൾ ബൈ ബൈ. താങ്ക് യു.